നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാടി US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ നാളെ പൂരം ആഘോഷിക്കുകയാണ്. നാളത്തെ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്ര മേൽശാന്തിയും മലമരി വെളിച്ചപ്പാടും നമ്മോട് പറയും. നാളെ കാലത്ത് 4 മണിയോട് കൂടിയിട്ട് ക്ഷേത്രം നട തുറക്കും. അതിനുശേഷം തന്ത്രി പാലക്കാട്ടിൽ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകും. അതിനുശേഷം ഉച്ചപൂജ, മറ്റ് വഴിപാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ട് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. അതിനുശേഷം 5 മണിക്ക് ദേവസ്വം പൂജ ഇവിടെ നടപ്പറയിൽ അവസാനിച്ചതിന് ശേഷം മറ്റ് ഘടകപൂരങ്ങളെല്ലാം വന്ന് ഇവിടെ കലാശിച്ച് മടങ്ങുന്ന ചടങ്ങാണ് നാളേക്കുള്ളത്. വൈകുന്നേരം അതിനുശേഷം ദീപാരാധന. ഉച്ചപൂജയുടെ സമയം ഈ തിരക്കിനനുസരിച്ചിട്ട് മാറ്റം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് സമയം പറയാൻ പറ്റില്ല. മറ്റ് സമയങ്ങളിൽ ദീപാരാധന 6:30 ദീപാരാധന. അത്താഴപൂജ ഇല്ല നാളെ, ഒരു മലർ നൈവേദ്യം മാത്രമേ ഉള്ളൂ. അത്രേ പതിവുള്ളൂ സാധാരണ. പിന്നെ പിറ്റത്തെ ദിവസം ശുദ്ധിയോട് കൂടിയിട്ട് ചെയ്യണ പതിവ്. അങ്ങനെ ക്ഷേത്ര ചടങ്ങുകൾ രാവിലെ. അതിനുശേഷം തായമ്പക, കേളി, കൊമ്പുവറ്റ, കോൽപ്പറ്റ, ക്ഷേത്ര കാര്യങ്ങളായിട്ട് നടക്കും. പിന്നെ 12 മണിക്ക് ശേഷം ദേവസ്വം ആദ്യം പൂരം എഴുന്നള്ളിക്കും. അതുപോലെ കടപൂരങ്ങളും വരും. അതേ സമയം ക്രമീകരണം കുറച്ച് അങ്ങോട്ടും മാറ്റം വരും. എന്നാലും അങ്ങനെ സാധാരണ നടന്നു വരുന്ന ചടങ്ങുകൾ. വൈകുന്നേരം ദീപാരാധന, 6:30 ദീപാരാധന. ദീപാരാധന സമയത്ത് നാഗസ്വരം. അത് കഴിഞ്ഞ കുറച്ച് നേരം ഇതുണ്ട്. അത് കഴിഞ്ഞ സന്ധ്യാലകൊട്ടി കഴിഞ്ഞ തായമ്പക കഴിഞ്ഞപ്പോൾ പഞ്ചമത്തിലുള്ള കിളി, കൊമ്പ്, കുഴല്, അങ്ങനെ അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും പിന്നെ വെളിച്ചപ്പാടന്മാർ കുളിച്ച് വന്നിട്ട് പൂരത്തിൻ്റെ രാത്രിത്തെ എഴുന്നള്ളിപ്പിൻ്റെ സമയം. രാത്രി ഒരു ആനയും കൂട്ടിയിട്ട് ഇങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിന്ന് താലം കൊളുത്തി വന്ന് കൂത്തുമാടത്തിൻ്റെ മുന്നിൽ 5 ആന നിരന്നിട്ട് പഞ്ചവാദ്യം തുടങ്ങിയിട്ട് താലം പുറപ്പെട്ടു പോരും. അമ്പലം 3 പ്രദർശനം വെച്ച് താലം ചെരിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ ആ ചടങ്ങോട് കഴിഞ്ഞു. പിന്നെ ഒരു 3 മണിയോട് കൂടിയിട്ട് മൂത്തോട്ടി അടങ്ങാറിലാണ്. അപ്പോഴേക്കും ഓരോരോ ഘടകപൂരങ്ങൾ വന്നിട്ട് അവരുടെ ഇത് കഴിഞ്ഞിട്ട് 5 മണിയോട് കൂടിയിട്ട് പൂരങ്ങളൊക്കെ അവസാനിക്കേണ്ടതാണ്. അങ്ങനെയാണ് അല്ലേ? അപ്പം നാളെ ഒരു ഉച്ചയ്ക്ക് ദേവസ്വം കമ്മിറ്റിയുടെ ആണല്ലോ ആദ്യം എഴുന്നള്ളിപ്പ് വരിക അല്ലേ? അത് എവിടുന്ന തുടങ്ങുക എഴുന്നള്ളിപ്പ്? നമ്മുടെ കൂത്തുമാടത്തിന്റെ അവിടെ നിന്ന് തുടങ്ങും അല്ലേ? കിഴക്കുഭാഗത്തുള്ള കൂത്തുമാടത്തിന്റെ അതാണ് തുടക്കം അല്ലേ? അതിന് ശേഷം വിവിധ ഘടകപൂരങ്ങൾ അല്ലേ? ആന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പുകൾ. ക്ഷേത്രത്തിന്റെ അവിടുന്ന് പോന്നിട്ട് ക്ഷേത്രത്തിന്റെ നടക്കിൽ കൂട്ടിയിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് വടക്കുമാതൽക്കിൽ അവസാനിക്കും. പിന്നെ കുറച്ച് നേരം മേളുണ്ട്. മേളം കഴിഞ്ഞ് മേളം അവസാനിച്ചിട്ട് തടം പെറുക്കിയിട്ട് ദേവസ്വം പൂരം അവസാനിക്കും. അപ്പോൾ പിന്നെ ഘടകപൂരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾ, പരിപാടികൾ, തറ, അത് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് സമയം. ആന പഞ്ചവാദ്യം, കാവടിയാട്ടം, തെയ്യം, മറ്റുള്ള നാടൻ കലാരൂപങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ? ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കാൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ദേശത്തറ വരുന്നിട്ട് അവരുടേതാണ്. രാത്രി താലം ചെരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ പൂരം 5 ആന കൂടിയിട്ടുള്ള പൂരം പഞ്ചവാദ്യം കഴിഞ്ഞാൽ ചെറിയൊരു മേളം കഴിഞ്ഞിട്ട് തടം പരക്കിയിട്ട് നമ്മുടെ രാത്രി പൂരം അവസാനിക്കും. ദേവസ്വം പൂരം. പിന്നെ ഘടകപൂരങ്ങളാണ് അത് ഓരോന്നിങ്ങനെ വന്നിട്ട് അവസാനിച്ചത്. ഇതിൻ്റെ ഇടയിൽ പിന്നെ കൂത്തോട്ടി മാടങ്കാരനാണ്. ഈ പൂരം എഴുന്നള്ളിച്ച് നടക്കിലേക്ക് എത്തണതിൻ്റെ മുന്നേ കൂത്തുമാടം കൂട്ടിക്ക് വരാം. പട്ടാഭിഷേകത്തിന്റെ അങ്ങനെ ഒരു ചടങ്ങ്. സാധാരണ ഇപ്പോൾ നമ്മൾ കൂത്തൊട്ടി മാടം കയറി കഴിഞ്ഞതിൻ്റെ പിന്നെ അവർ മറ്റേ ഇതിൻ്റെ രാമായണ കഥകൾ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് രാവണവധാണ്, നാളെ പട്ടാഭിഷേകം. രാവിലത്തെ പൂരം എഴുന്നള്ളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1 മണി 2 മണിയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കൂത്തൊട്ടി മാടം കയറി. അവിടുന്ന് പിന്നെ അവിടെ ഇങ്ങനെ കൂത്ത് നടക്കും. പട്ടാഭിഷേകം കഴിഞ്ഞാൽ കൂത്ത് അവസാനിച്ചു. പിന്നെ രാവിലെ അമ്പലം ശുദ്ധിയൊക്കെ ചെയ്തതിൻ്റെ ശേഷം നട തുറന്ന് ശുദ്ധിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കൂറ വലിക്കുന്നതോട് കൂടിയിട്ട് പൂരം